തായ്വാൻ അതിർത്തിയിൽ അനുമതിയില്ലാതെ ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും പ്രവേശിച്ചു. തായ്വാൻ സമുദ്രാതിർത്തിക്കുള്ളിൽ ചൈനീസ് വിമാനങ്ങൾ 10 തവണ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 6 കപ്പലുകളും സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. നീലിമ, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ തായ്വാൻ്റെ വടക്കൻ വ്യോമാതിർത്തിക്ക് സമീപത്ത് 10ഓളം തവണ ഈ വിമാനങ്ങളെ കണ്ടതായാണ് ഇപ്പോൾ തായ്വാൻ പ്രതിരോധ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ 6 കപ്പലുകളും അതിൻ്റെ സമുദ്രാതിർത്തിയിൽ കണ്ടു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, തായ്വാനിൽ ഒരു അധീശത്വം സ്ഥാപിക്കാനുള്ള നീക്കം ചൈനയുടെ ഭാഗത്തു നിന്ന് കാലങ്ങളായുണ്ട്. ചൈനയുടെ ഭാഗമാണ് തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം എന്ന നിലപാട് വളരെ കൃത്യമായി ചൈന മുന്നോട്ട് വെച്ച സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സമുദ്രത്തിലും അതുപോലെ തന്നെ തായ്വാനോട് ചേർന്ന സമുദ്രത്തിലും ശക്തമായ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സൈനിക പട്രോളിങ്ങിൻ്റെയും അതുപോലെ തന്നെ കപ്പലുകളുടെ വിന്യാസത്തിൻ്റെയും എല്ലാം തന്നെ നീക്കങ്ങൾ നടക്കുന്നൊരു സാധ്യത പോലുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇൻഡോ പസഫിക് സെക്യൂരിറ്റി ഡയലോഗ്, അതായത് തായ്പേയിൽ ഇൻഡോ പസഫിക് സെക്യൂരിറ്റി ഡയലോഗ് നടക്കുന്ന വേളയിൽ ബോറിസ് ജോൺസൺ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയിൽ പശ്ചിമ രാജ്യങ്ങൾ, അതായത് പടിഞ്ഞാറൻ രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായും ഈ തായ്വാന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് ധൈര്യമായി മുന്നോട്ട് വരണമെന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. ഈ നിലപാട് അറിയിച്ച ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഒരു ആശങ്ക ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് നമുക്കറിയാവുന്നതാണ്, ഈ ദക്ഷിണ ചൈന കടലിലെല്ലാം തന്നെ ചില മിലിറ്ററി സൈനിക സംവിധാനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വാർത്തകളെല്ലാം വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അത്തരമൊരു നിരീക്ഷണമായിരിക്കാം നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നിരീക്ഷണം നടന്നതിൻ്റെ ഒരു രൂപരേഖയാണ് സൈനിക വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലെ പെട്രോളിംഗ് കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും എല്ലാം തന്നെ പറക്കുകയും ചെയ്യുന്നത് ആ ഒരു നിരീക്ഷണത്തിനാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ തായ്വാനെ പിടിച്ചടക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശക്തമാക്കണമെന്നൊരു ആഹ്വാനം ബോറിസ് ജോൺസൺ നടത്തിയതിന് പിന്നാലെ അത്തരം എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി, അതായത് ഭാരതത്തിൻ്റെ സമയമാണെങ്കിൽ ഒരു 4:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നീലിമ.